ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള കർട്ടൻസ് ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും നല്ല മഴ ആയതുകൊണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷെ മഴയാവുമ്പോൾ നമുക്കിങ്ങനെ പൊതച്ച് മൂടി കിടക്കാൻ ഇഷ്ടമൊക്കെ തോന്നും കേട്ടോ. പക്ഷെ നമ്മൾ ജോലിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ജോലിക്ക് പോകണം. നമ്മൾ നല്ല സേഫ് ആയിട്ടൊക്കെ മാക്സിമം പോകാൻ നോക്കണം. വഴിയിലൊക്കെ കുഴിയുണ്ടോ നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കട്ടനാണ്. ഈ കട്ടൻ എന്ന് പറഞ്ഞ സാധനം എന്നും ഞാൻ മറന്നുപോകും കാണിക്കാൻ കേട്ടോ. ഇന്ന് ഇവിടെ വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള കട്ടനാ. ഈ കട്ടൻ കണ്ടോ, നല്ല ഒരു എന്താ ഇത് പറയുന്നത്, നല്ല ഒരു എന്താണ് പറയുന്നത്, നല്ല ഒരു ഇലയല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഈ കോഴിയുടെ ഒക്കെ പപ്പ് പോലെയൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ ശരിക്കും. പക്ഷെ നമ്മളെ കുഞ്ഞായിരുന്നപ്പോൾ ഇത് ആലോചിച്ചൊക്കെ, വെള്ള കോഴിയുടെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇങ്കിനകത്തൊക്കെ എടുത്തിങ്ങനെ കളറൊക്കെ മുക്കത്തില്ലായിരുന്നോ? അങ്ങനെ ചെയ്യുന്ന ആരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഇപ്പം നിപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കട്ടൻസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, അതിന് മാച്ചിങ് ആയിട്ട് നമ്മളിപ്പോൾ അത് എന്താ പറയുന്നത്, ഡൈനിങ് റൂമിലാ ഇടുന്ന ഈ കട്ടനിങ്ങിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ടേബിൾ മാറ്റ് വിത്ത് 6 നാപ്കിൻസും അവൈലബിൾ ആണ്. ഇന്ന് രാവിലെ തുടങ്ങി ഒരുപാട് ചിലച്ചതുകൊണ്ടില്ലേ, ആക്ച്വലി ചില സമയത്ത് ഇങ്ങനെ നിർത്തി പോവുക കേട്ടോ. പക്ഷെ അത് നന്നായിട്ട് ഞാൻ പറയും. പക്ഷെ കേട്ടോ, ഇനിയുള്ളത് നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. നല്ല വലിയ ക്യൂൺ സൈസ് ആണ്. ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ക്യൂൺ സൈസ് ആണ്. ഇത് കണ്ടോ, ഇതൊരു നല്ല വലിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഈ ബെഡ്ഷീറ്റിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്, ഗ്ലേസ് കോട്ടൺ ആണ്. ഇതിലിങ്ങനെ അക്കോബ പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു നല്ല ബിറ്റിൽ അക്കോബ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നല്ല ലേസും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ലേസും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1390 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. നല്ല 2 വലിയ പില്ലോ കവേഴ്സും പെർഫെക്റ്റ് ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ, നമ്മുടെ വീട്ടിൽ വിരിക്കാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതായത് അക്കോബയുടെ ഒരു നമുക്കറിയാലോ, ആ തുണിക്ക് തന്നെ ഭയങ്കര റേറ്റാ. പക്ഷെ അപ്പൊ ഈ ബെഡ്ഷീറ്റ് ആ വിലയിൽ കിട്ടുമ്പോൾ നല്ല റീസണബിൾ അല്ലേ, നല്ല മിതമായ വിലയിൽ നല്ല ഷീറ്റ്സ് ആട്ടോ. ഇത് കണ്ടോ, ഒരു വയലറ്റ് ഷീറ്റ്. ഇത് ഗ്ലേസ് കോട്ടൺ മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് തന്നെ ഞാൻ ഇവിടെ പറയുക കേട്ടോ. ഇത് നമുക്കൊരു മെഷർ ചെയ്യുവാണെങ്കിൽ ഇത് നല്ല ഒരു വിട്ടിലുണ്ട്. അതായത് ഒരു 1 ഇഞ്ചിൽ ഇതൊരു നല്ലൊരു 6 ഇഞ്ചോളം ഈ അക്കോബ ഇതിനകത്ത് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ, നമ്മൾ വിരിച്ചിട്ട് കാണുമ്പോൾ, ഇപ്പോൾ വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ ഒരുപാട് വിലയുടെ ഷീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഈ 1390 ഈ ബെഡ്ഷീറ്റ് നല്ല സൂപ്പറാണ് കേട്ടോ. സൂപ്പർ അല്ല, നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇനി ഇതല്ല, എല്ലാവരും നല്ല സ്നേഹത്തോടെ ഇരിക്കണം, എല്ലാവരും നല്ല സൂക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഈ പറഞ്ഞ് ഇപ്പോൾ വരുന്ന ബെഡ്ഷീറ്റും ഇത് കണ്ടോ, നല്ല ഹാർട്ടിന്റെ ഡിസൈൻ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പിങ്ക് അല്ല കാണിച്ചേ, ഇതിപ്പോൾ നമുക്ക് ചെളി പറ്റിയാലും അറിയത്തില്ല. നല്ല ബിസ്ക്കറ്റിന്റെ കളർ കേട്ടോ. ടൈഗർ ബിസ്ക്കറ്റ് ആണോ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ചില ബിസ്ക്കറ്റിന്റെ കളേഴ്സ് ഇതാട്ടോ. അപ്പം ബിസ്ക്കറ്റിന് പല കളേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ പണ്ടത്തെ ടൈഗർ ബിസ്ക്കറ്റിന്റെ ഒരു കളറിൽ നല്ല സ്നേഹത്തോടെ നല്ല ഹാർട്ടിന്റെ ഡിസൈനുള്ള നല്ലൊരു ഷീറ്റാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഞാനൊരു കാര്യം പറയുവാണേ, നമ്മുടെ മാഗ്നസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, 100% കോട്ടൺ ആണ്, 100% കളർ ഗ്യാരണ്ടി ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് തിക്കായിട്ടുള്ള കോട്ടനാണ്. അതായത് സാധാരണ നമ്മൾ ഈ ചുരിദാറിന് മേടിക്കുന്ന തുണിയൊന്നും അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ്. അപ്പം നമുക്ക് വിരിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. നമുക്ക് നല്ല അവിടെ കിടന്നോളൂ, ഇതിനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. ഒരു ദിവസം നിങ്ങൾ മടി വിചാരിച്ചാൽ ഈ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് വിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് വിരിച്ചാൽ നല്ല ഗുഡ് ലക്ക് ഒക്കെ വരുമെന്ന് ഐഡിയ ആയിട്ട് വീഡിയോസിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പിള്ളേരായാലും നമ്മളായാലും ബെഡ്ഷീറ്റ് വിരിക്കണം. അപ്പോൾ ഇച്ചിരിയൊക്കെ വയ്യാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഇത് അവിടെ തന്നെ കിടന്നോളൂ, ഒന്ന് കൊട്ടിയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഈ ക്യൂൺ സൈസ് ഉണ്ടല്ലോ,
ഇതിൻ്റെ സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ് കേട്ടോ. നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ് താനും. അത് തന്നെയല്ല, മാഗ്നിസ്കേപ്സ് തരുന്ന പില്ലോ കവേഴ്സിൻ്റെ സൈസ് ഈ 17x27 കുറച്ചുകൂടി വലുതാണ് കേട്ടോ. അതങ്ങനെ കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച് അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതിയേ. ഇനിയുള്ളത് ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള അടുത്ത പ്രിന്റ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന ഫാബ്രിക് ആകട്ടോ. പക്ഷെ റേറ്റ് 695 രൂപയുള്ളൂ. നല്ല കുഞ്ഞു പൂക്കൾ കേട്ടോ, നല്ല സ്നേഹം തോന്നുന്ന നല്ല കുഞ്ഞു പൂക്കളോട് കൂടിയ ബെഡ്ഷീറ്റ് ആട്ടോ. ഇതിൻ്റെ സൈഡ് ബോർഡർ വരുമ്പോൾ ഇതിന് കറക്റ്റ് മാച്ച് ചെയ്യുന്ന നല്ലൊരു ലൈറ്റ് ഷെയ്ഡും, ഇപ്പം നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഷീറ്റ്സ് നല്ല ഇഷ്ടമാട്ടോ. അതായത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ. 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനി ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ഷീറ്റ് ഞാൻ കാണിക്കുവാട്ടെ. പച്ചയല്ല, എന്തോ ഒരു കളറാട്ടോ, പക്ഷെ ഓരോ കളറിനുണ്ടല്ലോ ഓരോ പ്രത്യേകതയാണല്ലോ. അപ്പം നല്ല രസമുള്ളൊരു ഷീറ്റ്. ഇതാണ് എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ്. സൈഡിൽ ഇതുണ്ട് ഈ ഒരു കളറാട്ടോ, നല്ല കമ്പൈൻ കളർ കോമ്പിനേഷൻ കളേഴ്സ് നന്നായിട്ട് ഭംഗിയായിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മാഗ്നിസ്കേപ്സിൽ ബെഡ്ഷീറ്റ് ഉണ്ട്, റണ്ണേഴ്സ് ഉണ്ട്, ടേബിൾ ക്ലോത്ത് ഉണ്ട്, കിച്ചൺ ടവലുണ്ട്, ഡോർ മാറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ പുതയ്ക്കുന്ന പുതപ്പുണ്ട്, കംഫർട്ടർ ഉണ്ട്, കംഫർട്ട് സെറ്റ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിൽ വളരെ മിതമായ വിലയ്ക്ക് ഞാൻ എല്ലാ ദിവസവും പറയുന്ന സൂപ്പർ സാധനമാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ മാഗ്നിസ്കേപ്സ് വരേണ്ട വഴിയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അപ്പോൾ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 അവിടെ വന്നിട്ട് അകത്തോട്ടുള്ള വഴിയിൽ നമുക്ക് കുറച്ചുകൂടി വരണം. അപ്പം നമുക്ക് അവിടെ വരുമ്പോൾ എങ്ങനെയാണെന്നുണ്ടല്ലോ, ഒരു മാഗ്നിസ്കേപ്സിൻ്റെ റൗണ്ട് ബോർഡാണ്. അകലെ നോക്കുമ്പോൾ നമുക്ക് കാണാം. എന്നിരുന്നാലും നമ്മുടെ ഒരു 100 മീറ്റർ കഴിയുമ്പോൾ മാഗ്നിസ്കേപ്സിന് ഷോപ്പുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു പാർക്കിങ്ങേ ഉള്ളൂ, ബാക്ക് സൈഡിൽ ഒരു 30 വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല സന്തോഷത്തോടെ നല്ലതായിട്ടിരിക്കണം. താങ്ക് യു.